തിരുവനന്തപുരത്ത് ഏറ്റവും അധികം പോളിംഗ് നടന്ന ഒരു മണ്ഡലം നേമമാണ്. അവിടുത്തെ വീറും വാശിയുമാണെന്ന് തോന്നുന്നു. അതിന് കാരണം അതെ അതെ, ഇത് സംസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും ഉത്തരവേ ഉള്ളൂ, നിയമം തന്നെയായിരിക്കും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ പോളിംഗ് ഇത്രയും കൂടി നല്ലൊരു കാര്യം തന്നെയാണ്. എല്ലാ മേഖലകളിലും ഞാൻ രാവിലെ മുഴുവൻ മുകളിൽ ശ്രീ ലാലേട്ടൻ വോട്ട് ചെയ്യാൻ പോയപ്പം അവിടെ കൂടെ പോയതാണ്. അവിടെ മുതൽക്ക് ഞാനിപ്പം ഇവിടെ സ്കൂളിൽ നിൽക്കുമ്പോഴും ഒക്കെ കമലേശ്വരം സ്കൂളിൽ നിൽക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും വലിയ തിരക്കാണ്. സ്ത്രീകൾ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ പോയാലും ഞാൻ ആ വെള്ളാർ ഭാഗത്തൊക്കെ പോയപ്പോൾ നല്ല ആളാണ്, നല്ല പ്രതീക്ഷയാണ്. ഇത്രയും ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നത് തന്നെ അവരുടെ ഭാവി ആലോചിച്ചാണ്. അപ്പോൾ അവരുടെ ഭാവി ആലോചിച്ചിട്ടുള്ള ഒരു നല്ല വോട്ട് UDF ഉണ്ടാകും എല്ലായിടത്തും നമ്മുടെ വിശ്വാസം. ഇത്തരം ഒരു പോളിംഗ് ശതമാനം ഉയരുമെന്ന് കരുതിയിരുന്നോ പ്രചരണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ? ഇല്ല, വോട്ടിംഗ് എന്തായാലും ഉയരുന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. കാരണം കമ്പാരിറ്റീവ്ലി സാധാരണ സിറ്റി മണ്ഡലങ്ങളിൽ വോട്ടിംഗ് കുറവാണ്. തിരുവനന്തപുരം സെൻട്രലാവട്ടെ, വട്ടിയൂർക്കാവട്ടെ, നേമമാവട്ടെ, കഴക്കൂട്ടമാവട്ടെ. പക്ഷേ ഈ SIR ശേഷം ഒത്തിരി വോട്ടുകൾ വീഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്നായിരുന്നു അവസാനം ഇട്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു റെക്കോർഡ് പോളിംഗ് ആയിരിക്കും തിരുവനന്തപുരം നഗരത്തിൽ, പ്രത്യേകിച്ച് നേമത്തിൽ. വലിയ സന്തോഷമുണ്ട്. ആദ്യഘട്ടം മുതൽക്ക് തന്നെ ശബരിചേട്ടൻ്റെ കൂടെ നമ്മൾ പ്രചരണത്തിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ മൊത്തത്തിലുള്ളൊരു പ്രതികരണം ആണോ ഇത്രയും വലിയൊരു പോസിറ്റീവ് എനർജി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്? അല്ല, ഞാൻ എപ്പോഴും പോസിറ്റീവ് നിൽക്കുന്ന ഒരാളാണ്. ഒരു പോസിറ്റീവ് വിശ്വാസത്തിൽ നമ്മളെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ദൈവം മുതൽ എത്രയോ ദിവസമായിട്ട് കുട്ടികളെ പ്രചരണത്തിന് കാണിക്കില്ലെന്ന് പറയും, പക്ഷേ നമ്മളെല്ലാ ദിവസവും നമ്മളോടൊപ്പം ഫുൾ ടൈമായിട്ട് പിന്നെ അടക്കമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു വലിയ സ്നേഹം കിട്ടിയിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനം കൂടിയത് ഗുണം ചെയ്യുമെന്നാണ്. തീർച്ചയായിട്ടും വോട്ടിംഗ് ശതമാനം കൂടിയത് ഗുണം. അങ്ങനെ പറയാനൊരു കാരണം എന്താ? എന്തുകൊണ്ട് കൂടിയത് ഗുണം ചെയ്യും? ഞാൻ അതിലെ കണക്കിലേക്ക് ഇപ്പോൾ വരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഒരു പരാതി എന്തായിരുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ UDF എന്താ പറയുക, അലയൻസ് പാർട്ണറിന് സീറ്റ് കൊടുത്തു, അതോടെ ഈ സീറ്റ് മനഃപൂർവ്വം UDF നഷ്ടപ്പെടുത്തി. അത് ഇനി ആരും ഒന്നും പറയത്തില്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എന്നെപ്പോലൊരു സ്ഥാനാർത്ഥി UDF കൈപ്പത്തിയിലെ സ്ഥാനാർത്ഥി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾക്കെല്ലാം ഒരു ആവേശമായി, നാട്ടുകാർക്ക് ഒരു ആവേശമായി. അപ്പോൾ ആ ആവേശം വോട്ടായിട്ട് മാറുന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. നല്ല കഠിനാധ്വാനം ബൂത്ത് നടന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞത്, വെളിയിൽ നിന്ന് കാണുന്ന നിയമമല്ല ഈ നിയമം. നഗരത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തകരുള്ള, ഇത് കോർപ്പറേഷൻ ഭാഗമാണെങ്കിലും ഒരു 70% നഗരവും 30% ഗ്രാമവുമാണ്. സിറ്റി അപ്പുറം വിട്ടാൽ പിന്നെ ഫുൾ ഗ്രാമീണ മേഖലയാണ്. നമ്മുടെ ഈ കോവളത്തോട് ചേർന്ന മേഖലയും പുഞ്ചക്കരി കണക്കുമുള്ള. അപ്പോൾ ഗ്രാമത്തിലെ വീറും വാശിയോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്, സിറ്റിയിലെ പ്രവർത്തകരുമുണ്ട്. ശബരി ഇത്തരത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയത് കൊണ്ട് ഏതാണ്ട് 10-33,000 വരുന്ന മുസ്ലിം വോട്ട്, അതിനോടടുത്ത് ക്രിസ്ത്യൻ വോട്ടൊക്കെ ഉണ്ട്. ഇതിലൊരു സ്പ്ലിറ്റ് വന്ന് രാജീവ് ചന്ദ്രശേഖരൻ വിജയിച്ച് കയറി പോകുമോ എന്ന് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതിനൊരു സാഹചര്യം ഉണ്ടോ? ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട്. ഇതിന് ഫസ്റ്റ് ഓഫ് ഓൾ പ്രശ്നം BJP ആഗ്രഹിക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ വോട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. LDF നിയമത്ത് എടുക്കുന്ന സ്ട്രാറ്റജി ഒരു വിഭാഗത്തിൻ്റെ വോട്ട് വാങ്ങിക്കുക എന്നുള്ളത്. എൻ്റെ സ്ട്രാറ്റജി അല്ല, എൻ്റെ നയവും എൻ്റെ പാർട്ടിയുടെ നിലപാടും എല്ലാവരുടെയും വോട്ട് എനിക്ക് വേണം. ഞാൻ ഇപ്പോഴും പറയുന്നു, എല്ലാ പ്രദേശങ്ങളിലും എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ തരം ആൾക്കാരുടെയും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുടെയും എല്ലാ ലിംഗത്തിലുള്ള ആൾക്കാരുടെയും വോട്ട് വരാമെന്ന് UDF സ്ഥാനാർത്ഥിക്കാണ്. നമ്മളെല്ലാവരുടെയും കൂടിയുണ്ട്. അതിന് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി അങ്ങനെയൊന്നുമില്ല, കപട ഭക്തിയില്ല, കപട സ്നേഹവുമില്ല. നമ്മൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് നിയമത്തെ അത്ഭുതക്കുട്ടിയാവും. റിസൾട്ട് വരട്ടെ. എന്തായാലും നമ്മളൊക്കെ ഇന്നലെ വരെയും നമ്മൾ രാവിലെ മാധ്യമപ്രവർത്തകർ വിളിച്ചിട്ട് സ്ഥാനാർത്ഥികളോടോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് എവിടെയാണ് പരിപാടി എന്ന്. നാളെ മുതൽ എന്താ പരിപാടി? നാളെ മുതൽ ഇവിടുത്തെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒത്തിരി പരിപാടി. നമ്മൾ ഈ ഇലക്ഷൻ ജീവികളല്ലല്ലോ, നമ്മളൊക്കെ പൊതുപ്രവർത്തകരല്ലേ. എന്തായാലും ഒരു 1-2 ദിവസം നമ്മളെല്ലാവരും ഒക്കെ അത് പറയാം. 6 മണി ആവട്ടെ, എന്നിട്ട് പറയാം. നമ്മൾ ഇനി 1.5 മണിക്കൂർ ബാക്കിയുണ്ട്. ഇന്ന് മോഹൻലാലിൻ്റെ അടുത്ത് നിന്നപ്പം ശിവൻകുട്ടിയുമായി തോളെ കൈയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഭയങ്കര സൗഹൃദമാണെന്ന്. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിനിടയ്ക്ക് ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് കണ്ടുവിട്ടു അണ്ണ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര കിടലും വിഷ്വലായിട്ടുള്ള നല്ലൊരു ബന്ധം കുടുംബമായിട്ട് ഉള്ള അച്ഛനുള്ള സമയത്തുള്ള ബന്ധമാണ്. അദ്ദേഹത്തിന് മോനായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. പാർവതി ചേച്ചി, അമ്മയൊക്കെ ഒരേ മേഖലയിലൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ നല്ല ബന്ധം അദ്ദേഹത്തിന് എനിക്കുണ്ട്. ഇന്ന് അദ്ദേഹം മോഹൻലാലിനെ കാണാൻ വന്നപ്പോഴത്തേക്കും ലാലേട്ടൻ മോളിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്റ്റെപ്പ് കയറാൻ ഈ തിരക്കാതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൈപിടിച്ചുകൊണ്ട് ലാലേട്ടൻ അടുത്തോട്ട് കൊണ്ടുപോയത്. എന്നിട്ട് അദ്ദേഹം എൻ്റെ തോളിൽ കൈവച്ചിരുന്നു, ഞാൻ എൻ്റെ ഒരു വിരൽ അദ്ദേഹത്തിൻ്റെ അവിടെ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇലക്ഷനൊക്കെ വരും പോവും. പക്ഷേ നമ്മൾ തമ്മിലൊക്കെയുള്ളൊരു ബന്ധവും അതൊരു മെസ്സേജാണ്. ഞാൻ ആ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഇട്ടതും ആ ഒരു മെസ്സേജ് കാണിക്കാനാണ്. കാരണം ലാലേട്ടൻ എറണാകുളത്തു നിന്ന് രാത്രി 12 മണിക്ക് തിരിച്ച് ട്രിവാൻഡ്രം എത്തിയതാണ്. എന്നിട്ട് രാവിലെ വോട്ട് ചെയ്തിട്ട് അദ്ദേഹം മദ്രാസിൽ നിന്ന് അദ്ദേഹം ഡാലസിൽ ഫ്ലൈറ്റിൽ പോവുകയാണ്. അപ്പോൾ ഒരു വോട്ടിന് വേണ്ടി അദ്ദേഹം എറണാകുളത്ത് നിന്ന് നാട്ടിൽ നിന്ന് മദ്രാസിൽ പോയി രാത്രി ഫ്ലൈ ചെയ്യുകയാണ്. ആ വിലപ്പെട്ട വോട്ട് കിട്ടിയിട്ടുണ്ടാവുമോ?
അല്ല ആ വോട്ട് അതെനിക്കറിയില്ല. എന്താ ഒരു കാര്യം ഞാൻ പറയാം സാധാരണ വോട്ട് ചെയ്യാത്ത ലാലേട്ടൻ ഇത്തവണ വോട്ട് ചെയ്യാൻ വന്നു. എന്താണെന്നറിയില്ല. അതേ വോട്ട് ചെയ്യാൻ വന്നില്ല. ആ വോട്ട് ആർക്കാണെങ്കിലും ഈ മോഹൻലാൽ വന്ന് വോട്ട് ചെയ്തത് അഭിമാനമായിട്ട് കാര്യം തന്നെയാണ്. ആ വോട്ട് ആർക്ക് പോയാലും കുഴപ്പമില്ല. മോഹൻലാലിൻ്റെ വോട്ടിൻ്റെ കാര്യത്തിൽ അർത്ഥം വെച്ചിട്ടുള്ള ഒരു മറുപടിയാണ് കെ എസ് ശബരിനാഥൻ പറയുന്നത്. എന്തായാലും ഏതാണ്ട് ഒരു 45,000-നും 48,000-നും ഇടയിൽ വോട്ട് നേടുന്ന ഒരാൾ ഇവിടെ ജയിക്കാനാണ് ഇപ്പോഴത്തെ ഒരു പോളിങ്ങിൻ്റെ പോക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇവർ 3 സ്ഥാനാർത്ഥികളോടും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏതാണ്ട് 40,000-ന് മുകളിൽ വോട്ട് പിടിക്കുമെന്നാണ്. ഒരു 3 പേരും ആ തരത്തിലുള്ള ആത്മവിശ്വാസം 3 സ്ഥാനാർത്ഥികളും പറയുന്നു. തുല്യശക്തരായ 3 പേരെന്ന് തന്നെ പറയാം. അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം എന്ന് നമ്മളൊക്കെ പറയുന്നത് അർത്ഥവത്താക്കുന്ന തരത്തിലാണ് ഓരോ പോളിംഗ് സ്റ്റേഷനുകളും ആളുകളുടെ ക്യൂ നിൽക്കുമ്പോൾ കാണുന്നത്. എന്തായാലും അല്പം തമാശയും കാര്യമൊക്കെ പറഞ്ഞ് ശബരിനാഥൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനും ഒപ്പം സ്വാന്തനയ്ക്കുമൊപ്പം റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.